ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ പ്ലസ് 2 കഴിഞ്ഞവരാണ് ഇത് കാണുന്നതെങ്കിൽ പാരന്റ്സ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ അറിയേണ്ടതായിട്ടുള്ള വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്ലസ് 2 കഴിഞ്ഞവർക്ക് ഇനി നിരവധി അഡ്മിഷൻ പ്രോസസ്സുകളിലാണ്. പ്രധാനമായിട്ടും UG അഡ്മിഷൻ, ഞാൻ ഈ പറയുമ്പോൾ കേരള, കാലിക്കറ്റ്, കണ്ണൂർ, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള ഡിഗ്രി അഡ്മിഷൻ, അതുകൂടാതെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ അഡ്മിഷൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റേ എൻട്രൻസ് എക്സാം കുസാറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ KTUവിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഇനി കീം റാങ്ക് കൂടി വന്നിട്ട് ആരംഭിക്കാനുണ്ട്. ഈ രീതിയിൽ കേരളത്തിനകത്തും പുറത്തും പല തരത്തിലുള്ള പോർട്ടലുകൾ വഴി നിങ്ങൾക്ക് ഉപരിപഠനത്തിന് ഡിഗ്രി കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, ഇനി നഴ്സിംഗ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ LBS ഉൾപ്പെടെയുള്ള പോർട്ടലുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോരോ വീഡിയോകളായിട്ട് എത്താൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പൊതുവായിട്ട് പറയുന്നത്, ഇത്തവണ കേരളത്തിലെ ഡിഗ്രി അഡ്മിഷനുകൾ ഏറെക്കുറെ നേരത്തെ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പ്ലസ് 2 റിസൾട്ട് വന്ന സ്ഥിതിക്ക് പല യൂണിവേഴ്സിറ്റികളിലും ഇനി വലിയ ഡിലേ ഇല്ല. ഇതിനോടകം MG ഓൺലൈനായിട്ട് വിളിച്ചു കഴിഞ്ഞു. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ അത് സബ്മിറ്റ് ചെയ്തിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ജൂൺ 1 മുതലൊക്കെ കേരളയും മറ്റ് യൂണിവേഴ്സിറ്റികളും സമാന്തരമായിട്ട് വിളിച്ചു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം അക്ഷയ വഴിയാണ് ചെയ്യേണ്ടത്. ഫോണിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം തെറ്റുകളൊന്നും സംഭവിക്കാതെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ പ്രൊസീജിയർ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡിഗ്രിയിൽ ഇൻഡെക്സ് മാർക്ക് എന്താണെന്ന് നിങ്ങൾ അറിയണം. മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. ബാക്കി പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ റാങ്ക്, ഫൈനൽ ആ ഒരു അലോട്ട്മെന്റ് റാങ്ക് വരുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കണം. സിമ്പിളാണ് മക്കളെ. ഇപ്പോൾ വന്നിട്ടുള്ള പ്ലസ് 2 മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എടുക്കുക. SSLC +1 കരുതി വെക്കുക. ഇത്രയും കരുതി വെക്കുക. ആധാർ, അതുപോലെ മറ്റ് ID പ്രൂഫ്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് പരമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടോ EWS സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC ST അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അതും സെറ്റ് ചെയ്ത് വെച്ചേക്കുക. NSS സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, അതല്ലാതെ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് അവാർഡഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതുകൂടാതെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അതിനുള്ള അപേക്ഷയും കൊടുക്കാൻ മറക്കരുത്. ഇത് കൂടാതെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഞാൻ പറഞ്ഞ റിസർവേഷൻ സർട്ടിഫിക്കറ്റിന് പുറമെ വില്ലേജ് ഓഫീസിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ കരുതി വെച്ചിരിക്കണം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വിഭാഗത്തിലോ അല്ലെങ്കിൽ ഭിന്ന ശേഷിക്കാരോ ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ സമയത്തിന് മുമ്പ് തന്നെ, അതായത് ഇനി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കുക. സോ ഗൈസ്, ഇതൊരു ചെറിയ വീഡിയോ ആണ്, എനിക്കറിയാം. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ ദ വേ ആണ്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.